अस्सलामु अलैकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीक लहु وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين शुक्र के मजमून का तज़किरा जितना जमात अहमदिया में होता है കൃതജ്ഞത രേഖപ്പെടുത്തേണ്ടതിനെ കുറിച്ച് അഹ്മദിയ ജമാഅത്തിനുള്ളത്ര ബോധം जमात को है കൃതജ്ഞതയെക്കുറിച്ച് ജമാഅത്തിനുള്ളത്ര അറിവ് कि किसी और को ना है, മറ്റാർക്കും തന്നെ ഇല്ലെന്ന് क्योंकि हकीकी ഉണ്ടാവുകയില്ലെന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നതാണ്. खुदा ताला की കാരണം യഥാർത്ഥത്തിലുള്ള കൃതജ്ഞത എന്നത് അള്ളാഹുവിനുള്ള കൃതജ്ഞതയാണ്. അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ആയിരിക്കണം. അള്ളാഹുവിന്റെ ദീനിന്റെ ഉന്നമനത്തിനും മറ്റുള്ളവരിൽ അതിന്റെ പ്രഭാവം ചെലുത്തുന്നതിനുമുള്ളതായിരിക്കണം. അതുകൊണ്ട് ഇന്ന് ഏതെങ്കിലും ഒരു ജമാഅത്ത് നിസ്വാർത്ഥമായി ഇസ്ലാമിന്റെ വിജയത്തിനായി പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ മനോഹര സന്ദേശത്തെ ലോകത്തിന്റെ വിവിധ കോണുകളിലും ജനവിഭാഗങ്ങളിലും വ്യാപിപ്പിക്കുന്നതിനായി നാനാതരം പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ वो बात दुनिया की किसी भी और जमात അത് ग्रोह या तंजीम में नजर नहीं അഹ്മദിയ ജമാഅത്താണ്. ഇത് മറ്റൊരു പ്രസ്ഥാനത്തിലും സംഘടനയിലും നമുക്ക് കാണാൻ സാധ്യമല്ല. तो कामयाबी का മറ്റാരെങ്കിലും തന്നെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തന്നെ जमात की कोशिशों और कामयाबी അഹ്മദിയ ജമാഅത്തിന്റെ പ്രവർത്തനത്തിന്റെയും വിജയത്തിന്റെയും 1000-ൽ ഒരംശം പോലും നമുക്ക് അവിടെ കാണാൻ സാധിക്കില്ല. अगर इस्लाम के बारे में അമുസ്ലിങ്ങൾ ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അവരുടെ ഹൃദയങ്ങളിൽ നിന്നും നീക്കിക്കളയുന്നുണ്ടെങ്കിൽ हमारे दिल और दिमाग ഞങ്ങളുടെ ഹൃദയം ഇസ്ലാമിനെ കുറിച്ചുള്ള तासुरात से തെറ്റിദ്ധാരണയിൽ നിന്നും ഇന്ന് മുക്തമായിരിക്കുന്നുവെന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ जमात अहमदिया की അത് അഹ്മദിയ ജമാഅത്തിന്റെ സദസ്സുകളിൽ വന്നതുകൊണ്ട് बात करते हैं അവരുടെ ചിന്തകളെ या सही इस्लाम उन्हें ശുദ്ധീകരിക്കുന്നത് കാരണം കൊണ്ടാണ്. की मजलिसों से ही प्रोग्रामों से യഥാർത്ഥ ഇസ്ലാമിനെ കുറിച്ച് അവർക്ക് അഹ്മദിയ ജമാഅത്തിന്റെ സദസ്സുകളിൽ നിന്നാണ് മനസ്സിലാകുന്നത്. तजदीद नौ के जिस काम को ഇന്ന് ഇസ്ലാമിന്റെ इस्लाम ने शुरू फरमाया था പുനരാവിഷ്കാരത്തെക്കുറിച്ചുള്ള ഏതൊരു പ്രവർത്തനം ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങി വെച്ചിരിക്കുന്നുവോ അത് ഇന്നും 124 വർഷം പിന്നിട്ടിട്ടും തുടർന്നു വരികയാണ്. अल्लाह ताला की बातों और ताइदाद की नज़ार അത് തുടർന്നു വരിക മാത്രമല്ല അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളും അതോടൊപ്പം സഹായഹസ്തങ്ങളും നാം കാണുകയും ചെയ്യുന്നു.
ആ കാഴ്ചകൾ ആഫ്രിക്കയിലെ വനാന്തരങ്ങളിലോ നഗരങ്ങളിലോ ആവാം, അല്ലെങ്കിൽ മരുഭൂമിയിലാകാം, വിദൂര ദ്വീപുകളിലുമാകാം, അറബ് നാടുകളിലും ഏഷ്യയിലുമാകാം, അമേരിക്കയിലെയും യൂറോപ്പിലെയും പൊതുജനങ്ങൾക്ക് ഇസ്ലാമിന്റെ മനോഹര സന്ദേശത്തെ എത്തിച്ചുകൊണ്ട് पहुंचाकर उनको उनके शुबहात दूर करने से तलब ഇസ്ലാമിനെ കുറിച്ചുള്ള അവരുടെ സംശയങ്ങളെ इजाजत नजर आती है। ദൂരീകരിക്കുന്ന രീതിയിലുമാകാം. അവിടെയെല്ലാം അള്ളാഹുവിന്റെ സഹായഹസ്തം നാം കാണുന്നു. इस्लाम की യൂറോപ്പിലെയും അമേരിക്കയിലെയും അധികാര മന്ദിരങ്ങളിലാണെങ്കിലും അവിടെയും ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുമ്പോഴും നമുക്ക് സഹായം കാണാവുന്നതാണ്. किस कदर അതിനാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ ഈ മഴ समझने वाला നമ്മെ കൃതജ്ഞതയുടെ വിഷയം മനസ്സിലാക്കുന്നവരും बनाती കൃതജ്ഞത പ്രകടിപ്പിക്കുന്നവരുമാക്കി മാറ്റേണ്ടതാണ്. दूसरे इसका अंदाजा लगा ही नहीं सकते। മറ്റുള്ളവർക്ക് ഈ വിഷയത്തിന്റെ പ്രാധാന്യം ഊഹിക്കാനും സാധ്യമല്ല. कि लाइन शकरतुम लाजीदन्नकुम कि अगर तुम ലഇൻ ശകർത്തും ലഅസീദന്നക്കും, എന്നോട് നിങ്ങൾ കൃതജ്ഞത കാണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ വർദ്ധിപ്പിക്കുന്നതാണ് എന്ന ദൈവിക വചനത്തിന്റെ പൊരുൾ അഹമ്മദികളാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത്. पहचान कर നാം ചെയ്യുന്ന ഈ പ്രവർത്തികൾ ഇതിന്റെ ഉദ്ദേശ്യം നമ്മെ बड़ाई नहीं പ്രദർശിപ്പിക്കുക എന്നതല്ല, വ്യക്തിപരമായ മഹത്വത്തിനു വേണ്ടിയല്ല, മറിച്ച് जाना है ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയാണ്. उनकी खूबसूरत तालीम തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോഹരമായ അധ്യാപനങ്ങളെ पेश करना ही हमारा काम है। ലോകസമക്ഷം സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ये दुनिया के सामने तालीम पेश करके ഇത് മുഖേന आपके തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വത്തിന്റെ അവസാന പദവിയിലുള്ളവനാണെന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ്. दुनिया में कायम അള്ളാഹുവിന്റെ തൗഹീദിനെ ലോകത്ത് സ്ഥാപിക്കുവാനും വേണ്ടിയാണ്. के लिए हूँ ചുരുക്കത്തിൽ അള്ളാഹുവിന് വേണ്ടിയുള്ള പ്രവൃത്തിയാണെങ്കിൽ വ്യക്തിപരമായ പ്രദർശനവും പേരെടുക്കലും ലക്ഷ്യമല്ലെങ്കിൽ അതോടൊപ്പം അതിന്റെ കാരണമായി ഉണ്ടാകുന്ന സൽഫലങ്ങൾക്ക് അള്ളാഹുവിന് കൃതജ്ഞത പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും അള്ളാഹുവിന്റെ സഹായം മുമ്പത്തേക്കാൾ ഉപരി കൂടുതൽ ഉണ്ടാകുന്നതാണ്. ഈ വിഷയം गुज़श्ता दिनों നാം നമ്മുടെ മുമ്പിൽ വെക്കേണ്ടതാണ്. കഴിഞ്ഞ നാളുകളിൽ ഞാൻ യൂറോപ്യൻ പര്യടനത്തിലായിരുന്നു. വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. प्रोग्राम था जो उनके അതിൽ പ്രഥമമായി നടന്നത് യൂറോപ്യൻ പാർലമെന്റിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവരുടെ ഓഡിറ്റോറിയത്തിൽ ഏകദേശം 200-ൽ കൂടുതൽ അംഗങ്ങളുള്ള സദസ്സുണ്ടായിരുന്നു. അതിൽ യൂറോപ്യൻ പാർലമെന്റേറിയനും വിവിധ നാടുകളിലെ പാർലമെന്റ് മെമ്പർമാരും എല്ലാം അതിൽ ഉൾപ്പെട്ടിരുന്നു. അതിഥികൾ തന്നെ 200 ആളുകൾ ഉണ്ടായിരുന്നു. ഇതിൽ രാഷ്ട്രീയ നേതാക്കന്മാരും വക്കീൽമാരും വിദ്യാസമ്പന്നരായ ഉന്നത വ്യക്തിത്വങ്ങളും ഉൾപ്പെട്ടിരുന്നു. कई न्यूज एजेंसियों के नुमाइंदों के सामने भी പല इस्लाम के ന്യൂസ് ഏജൻസികളുടെ മുമ്പിലും ഇസ്ലാമിന്റെ മനോഹര അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ പറയാൻ എനിക്ക് അവസരം ലഭിച്ചു. काफी कवरेज हुई दुनिया में പ്രസ് കോൺഫറൻസ് കാരണം इस तकरीब को നല്ല പബ്ലിസിറ്റി കിട്ടി. ഈ പരിപാടി ആസൂത്രണം ചെയ്യുന്നതിനായി UK ജമാഅത്തും നല്ലതുപോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. पार्लियामेंटेरियन യഥാർത്ഥ സംഘാടകർ യൂറോപ്യൻ പാർലമെന്റേറിയൻ സുഹൃത്തായിരുന്നു. ഏതായിരുന്നാലും ഈ പ്രോഗ്രാം बात को शायद വളരെ നന്നായി. इसकी फिक्र भी थी UK ജമാഅത്തിന് कि जमातों में ഇതിന്റെ വിജയത്തെക്കുറിച്ച് ചിന്താകുലരായിരുന്നു. ऐलान भी करवाते रहे। അതുകൊണ്ട് ജമാഅത്തുകളിൽ ഇവർ ദുആക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. कबूलियत को हमेशा की तरह അഹമ്മദികളുടെ ദുആയുടെ സ്വീകാര്യത कभी और महसूस മുമ്പത്തെ പോലെ ഈ പരിപാടിയിൽ നാം കാണുകയും അനുഭവിക്കുകയും ചെയ്തു. जो बातें मैंने की എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ आम समझते हैं, लेकिन अगर सोच നാം മനസ്സിലാക്കുന്നത് പൊതുകാര്യങ്ങളാണെന്നാണ്.
എന്നാൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ഇസ്ലാമിന്റെ ഓരോ കാര്യവും തന്നെ സാധാരണയായിട്ടില്ല എന്ന് മനസ്സിലാകുന്നതാണ്. അള്ളാഹു ഏതൊരു മതത്തെയാണോ പൂർത്തിയാക്കിയിരിക്കുന്നത് അതിന്റെ ഓരോ കാര്യവും തന്നെ സുപ്രധാനമുള്ളതാണ്. അതുകൊണ്ട് പങ്കെടുത്തവരിൽ ഈ കാര്യങ്ങൾ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. അതവർ തുറന്നു പറയുകയും ചെയ്തു. ഇസ്ലാമിനെ കുറിച്ചുള്ള സംശയങ്ങൾ അകലുകയുണ്ടായി. അൽഹംദുലില്ലാ, ജർമ്മനിയിലും 2 വലിയ പരിപാടികൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ജർമ്മനിയിൽ പോയിരുന്നു. ഒന്ന് ഹംബർഗിൽ മസ്ജിദിന് പുതുക്കി പണിതിരുന്നു. പുതുതായി എടുത്ത സ്ഥലത്ത് ചെറിയ ഒരു പള്ളി ഉണ്ടായിരുന്നു. ഒരു കെട്ടിടത്തെ പള്ളിയാക്കി മാറ്റിയിരുന്നു. മിനാരമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മിനാരമെല്ലാം ഉണ്ടാക്കി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരിപാടി നടത്തി. ഇത് യഥാർത്ഥത്തിൽ അതിഥികളെ കൊണ്ടുവരുന്നതിനുള്ള ഒരു അവസരം ഒരുക്കുക മാത്രമാണ് ചെയ്തത്. ഏതായിരുന്നാലും ഇതിലും കുറെ ആളുകൾ പങ്കെടുത്തു. ഇസ്ലാമിന്റെ മനോഹര അധ്യാപനങ്ങളെക്കുറിച്ച് നല്ല പ്രതികരണങ്ങളുമായാണ് അവർ പോയത്. ഇതേപോലെ അവിടെ ജാമിയ അഹമ്മദിയാക്ക് വേണ്ടി പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. ജാമിയ അഹമ്മദിയാക്ക് വേണ്ടി നിർമ്മിച്ചതുകൊണ്ട് വലിയ ക്ലാസ് റൂം, അസംബ്ലി ഹാള്, ഹോസ്റ്റൽ, ഡൈനിങ് ഹാള്, കിച്ചൺ മുതലായവ എല്ലാം അതിലുണ്ട്. വിപുലമായ സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. മനോഹരമായ കെട്ടിടമാണ് നിർമ്മിച്ചത്. ഇവിടെയും വിദ്യാസമ്പന്നരായ ആളുകൾ, പ്രസ്, രാഷ്ട്രീയ നേതാക്കന്മാർ തുടങ്ങിയവർ വന്നിരുന്നു. ഇവിടെ വിദ്യാർത്ഥികൾക്ക് മുമ്പാകെ ഇസ്ലാമിക അധ്യാപനങ്ങൾ കേൾപ്പിച്ചപ്പോൾ പുറമെ നിന്ന് വന്നവരും കാര്യങ്ങൾ മനസ്സിലാക്കി. അത് അവരെ സ്വാധീനിച്ചു. 2 പള്ളികളുടെ ഉദ്ഘാടനം അവിടെ നടന്നു. അവിടെ ലോക്കൽ മേയറും സമൂഹത്തിലെ ഉന്നതരും വന്നിരുന്നു. സ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും പ്രകടനം അവർ കാഴ്ചവെക്കുകയുണ്ടായി. പള്ളിയുടെ ഉദ്ഘാടനം നടന്നപ്പോൾ അയൽവാസികളിൽപ്പെട്ട ദമ്പതിമാർ അവിടെ വന്നിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ എന്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ താങ്കൾക്കൊരു ഗിഫ്റ്റ് തരാൻ ആഗ്രഹിക്കുന്നു. ഗിഫ്റ്റ് തന്നു. ആശംസകൾ നേരുകയും ചെയ്തു. മസ്ജിദ് നിർമ്മാണത്തിൽ ആശംസിച്ചു. അവിടെ എന്റെ അടുത്ത് മേയർ സാഹിബ് ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ പ്രദേശത്ത് മസ്ജിദ് നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നത് ഇവരുടെ വീട്ടുകാരായിരുന്നു. ഇവിടെ മസ്ജിദ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഫിത്തനകളും കുഴപ്പങ്ങളും ഉണ്ടാകുന്നതാണ് എന്നവർ പറഞ്ഞിരുന്നു. കാരണം മുസ്ലിങ്ങൾ അങ്ങനെയാണ്. ഏതായിരുന്നാലും കൗൺസിലും മറ്റ് അയൽവാസികളും ഇവരുടെ ഈ ആശങ്കയെ തള്ളിക്കളയുകയും പള്ളി നിർമ്മിക്കപ്പെടുകയും ചെയ്തു. ഈ കാലയളവിൽ അവരുമായി അഹമ്മദികൾ ബന്ധപ്പെടുകയും ഇസ്ലാമിന്റെയും അഹമ്മദിയത്തിന്റെയും യഥാർത്ഥ അധ്യാപനങ്ങൾ പറഞ്ഞുകൊടുക്കുകയും ചെയ്തു. ഇത് കാരണം അവരുടെ സമീപനത്തിൽ മാറ്റമുണ്ടായി. ഉദ്ഘാടന വേളയിൽ മസ്ജിദ് നിർമ്മാണത്തിന് ശേഷം അഹമ്മദികളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇസ്ലാമിന്റെ മനോഹര അധ്യാപനത്തെ കേൾപ്പിച്ചപ്പോൾ ഇവരിലും പ്രത്യേക മാറ്റം ഉണ്ടായി. ഇവർ വളരെയധികം ആദരവ് പ്രകടിപ്പിക്കുന്നു. എതിരാളികളുടെ ഹൃദയം അലിയുന്ന കാഴ്ച നാം ഇവിടെ കാണുകയുണ്ടായി. ഈ പ്രോഗ്രാമുകളിൽ അന്യരുടെ പ്രതികരണങ്ങൾ എന്താണ്, അത് കേൾപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചിലർ എന്നെക്കുറിച്ചും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നെക്കുറിച്ച് പുകഴ്ത്തിപ്പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാലും ചില സ്ഥലങ്ങളിൽ പരാമർശം വന്നേക്കാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ
ഇസ്ലാമിന്റെ സന്ദേശമാണ്. अगर असर है तो इस्लाम के पैगाम का है, ना कि मेरी जात का। ഇനി വല്ലവരും പ്രകീർത്തിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇസ്ലാമിന്റെ സന്ദേശത്തെയാണ് പ്രകീർത്തിക്കുന്നത്, എന്റെ വ്യക്തിത്വവുമായി ഇതിന് ബന്ധമില്ല. उसका असर होगा। ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാതിനിധ്യം വഹിച്ചുകൊണ്ട് ഏതേതെല്ലാം കാര്യങ്ങൾ ഞാൻ പറയുന്നുവോ തീർച്ചയായും അത് സ്വാധീനിക്കപ്പെടുക തന്നെ ചെയ്യുന്നതാണ്. विषय पे गायब കാരണം ഇങ്ങനെയുണ്ടാകും എന്ന് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ആദ്യത്തെ പ്രതികരണം ഒരു ബിഷപ്പിന്റേതാണ്. അദ്ദേഹം പ്രസ് കോൺഫറൻസിലും വന്നിരുന്നു. അദ്ദേഹം ചോദ്യം ചോദിച്ചിരുന്നു. ഡോക്ടർ എമൻ ഹവേർഡ് സ്വിറ്റ്സർലാൻഡിൽ നിന്നും വന്നതായിരുന്നു. फीड फैमिली के बानी सदर भी हैं। ഇന്റർഫെയ്ത്ത് ഇന്റർനാഷണലിന്റെ പ്രതിനിധിയും उनको दावतनामा दी। പീസ് അസംബ്ലി എന്ന ജനസേവന സംഘടനയുടെ പ്രസിഡന്റുമാണ്. ഇദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു. ഒരു ദിവസം മുമ്പ് ഇദ്ദേഹം लेकिन फिर भी മഞ്ഞുകട്ടയിൽ വഴുതി വീഴുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കണ്ണ് നീരുവന്ന് വീർത്തിരുന്നു, പരിക്കും പറ്റിയിരുന്നു. എന്നിട്ടും പറഞ്ഞു ഈ പരിപാടിയിൽ എന്തായാലും പങ്കെടുക്കണം. ബസ് യാത്ര ചെയ്താണ് വന്നത്. അദ്ദേഹം എഴുതുന്നു, लिखते हैं कि ये जो तकरीर हुई, जो अल्फाज थे, ഈ പ്രസംഗത്തിൽ का सा असर था। ഉപയോഗിച്ച വാക്കുകൾ मुझे मेरे बारे में कि മാസ്മരിക ശക്തിയുള്ളതായിരുന്നു. मुंह से निकले എന്നെക്കുറിച്ച് എഴുതുന്നു, പതുങ്ങിയ ശബ്ദമായിരുന്നെങ്കിലും നാവിൽ നിന്നും വരുന്ന ഓരോ വാക്കുകളും അത്ഭുതമായ ശക്തിയും തേജസ്സും ഉൾക്കൊള്ളുന്നതായിരുന്നു. ഇவ்விധം ധൈര്യശാലിയായ ഒരു മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഏതായിരുന്നാലും ഇസ്ലാമിന്റെ മനോഹാരിതയെ കേട്ടുകൊണ്ട് അദ്ദേഹം എഴുതിയ വാക്കുകളാണിത്. पानी बुद्धिज्म के नुमाइंदे സ്വിറ്റ്സർലാൻഡിൽ നിന്ന് വന്ന ജപ്പാൻ പ്രതിനിധി ജോർജ് കോഹോ മെലോ, അദ്ദേഹം റാഹിബും കൂടിയാണ്, പറയുന്നു जो उनको लेकर आए थे कि आपने इस अहम लेक्चर में അദ്ദേഹത്തെ കൂടെ കൊണ്ടുവന്നവരോട് പറയുകയാണ്, നിങ്ങൾ ഒരു സുപ്രധാന പരിപാടിയിൽ പങ്കെടുക്കാനായി എന്നെ ക്ഷണിക്കുകയുണ്ടായി. ഇതിൽ പങ്കെടുക്കുക എന്നതും ഖലീഫയെ കാണുക എന്നതും എന്നെ സംബന്ധിച്ച് വലിയ സൗഭാഗ്യമാണ്. खामोश नहीं कर सकता। ഇത് എന്റെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളാണ്. ഇത് ഒരിക്കലും എനിക്ക് മറക്കാൻ സാധ്യമല്ല. जिसके लिए मैं ഇവിടെ എനിക്ക് മറ്റു രാജ്യങ്ങളുള്ള ऑनरेबल പ്രബുദ്ധരായ ആളുകളുമായി കാണാൻ അവസരം ലഭിച്ചു. അതിന് ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഓണറബിൾ ഫുആദ് ഹൈദർ, മെമ്പർ ബെൽജിയം നാഷണൽ പാർലമെന്റ്, ये पुराने वाकिफ भी हैं हमारे, ഇദ്ദേഹം बल्कि एक रात पहले इनको നമ്മുടെ പഴയ സുഹൃത്താണ്. തലേന്ന് രാത്രി അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മൾ തമ്മിൽ വളരെ പഴക്കമുള്ള ബന്ധമാണ്, तो बहरहाल അതുകൊണ്ട് ഇനി ബൈഅത്ത് ചെയ്യേണ്ടതാണ്. ഇദ്ദേഹം മുസ്ലിമാണ്, मोरक्को वगैरह से कहीं से ताल्लुक है इनका, काफी अरसे से वहां रह रहे हैं മൊറോക്കോയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. और इस കുറെ കാലമായി അവിടെയാണ് താമസിക്കുന്നത് എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഇവിടെ വന്നതാണെന്നും തോന്നുന്നു. कहते हैं ഏതായിരുന്നാലും ഉന്നത രാഷ്ട്രീയ പ്രവർത്തകനാണ്, മെമ്പർ ഓഫ് പാർലമെന്റ് ആണ്. അദ്ദേഹം വെട്ടിത്തുറന്ന് പറയുന്ന ഒരു കാര്യം ഇതാണ്. कि ये खिताब पार्लियामेंट में എന്റെ പ്രസംഗത്തെക്കുറിച്ച് പറയുന്നു, ഈ പ്രസംഗം പാർലമെന്റിൽ की बात എനിക്ക് മാത്രമുള്ളതായിരുന്നില്ല, ഇത് മുഴുവൻ മുസ്ലിങ്ങൾക്കും അഭിമാനിക്കാനുള്ളതാണ്. കാരണം ഖലീഫ है। इससे पहले हम जो इस्लाम നമ്മുടെ करता था അഭിമാനം झुका लिया करते थे, क्योंकि सही तालीम नहीं थी। ഉയർത്തി सही तालीम പിടിക്കുകയുണ്ടായി. ഇതിനു മുമ്പ് ആരെങ്കിലും ഇസ്ലാമിനെ കുറിച്ച് നമ്മോട് പറഞ്ഞാൽ നമ്മൾ തല താഴ്ത്താറാണ് ഉണ്ടായിരുന്നത്. അത് യഥാർത്ഥ അധ്യാപനമായിരുന്നില്ല. അത് ഇന്ന് നമുക്ക് ഇസ്ലാമിന്റെ ശരിയായ അധ്യാപനം എന്താണെന്ന് മനസ്സിലായി. ബെൽജിയത്തെ ആഭ്യന്തര കാര്യാലയത്തിലെ പ്രതിനിധി ജോണാത്തൻ ജോബി പറഞ്ഞു, ഖലീഫയുടെ പ്രസംഗം നമ്മെ എല്ലാവരെയും പിടിച്ചുകുലുക്കിയിരിക്കുകയാണ്. പലതും പഠിക്കാൻ കഴിഞ്ഞു. ഈ പ്രസംഗം നമുക്കെല്ലാവർക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ്. മെമ്പർ ഓഫ് പാർലമെന്റ് മിസ്റ്റർ മാസ് പറയുന്നു, ഖലീഫ ലോകത്തിനു വേണ്ടി നൽകിയ സമാധാനത്തിന്റെ സന്ദേശം, നമുക്ക് നൽകിയ മാർഗദർശനം, അതിന് നാം കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. മറ്റൊരു മെമ്പർ പാർലമെന്റ് മിസ്റ്റർ ഗോഡ്പ്ലേ ബ്ലൂം പറയുന്നു, ഖലീഫയുടെ പ്രസംഗം നമുക്ക് വെളിച്ചം കാണിച്ചു തന്നു. ഞാൻ എന്റെ കൂടെയുള്ളവർക്ക് വേണ്ടി അദ്ദേഹത്തിന് കൃതജ്ഞത അറിയിക്കുകയാണ്. पार्टी के सूबाई सेक्रेटरी भी आए നോർവേയിൽ നിന്നും ഒരു മെമ്പർ പാർലമെന്റ് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയ ഒരാൾ വന്നിരുന്നു. അദ്ദേഹവും हुए। फ्रांस की जानिब से वजारत ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുകയുണ്ടായി. ഫ്രാൻസ് ഗവൺമെന്റിന്റെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതിനിധി മിസ്റ്റർ അലക്സ് ആയി വന്നിരുന്നു. में फ्रांस അദ്ദേഹം പ്രസംഗത്തിലെ സുപ്രധാന പോയിന്റുകൾ കുറിച്ചെടുക്കുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, ഈ പ്രസംഗത്തിൽ ഫ്രാൻസിന് കുറെ മാർഗദർശനമുണ്ട്.
ഞാൻ തിരിച്ചു ചെന്ന് എന്റെ മിനിസ്ട്രിയിൽ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നതാണ്. യൂറോപ്പിൽ, ഫ്രാൻസിലാണ് മുസ്ലിങ്ങൾക്കെതിരിൽ എപ്പോഴും ശബ്ദം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന്റെ ശരിയായ അധ്യാപനം അവരുടെ മുമ്പാകെ സമർപ്പിച്ചപ്പോൾ അവർ സ്വാധീനിക്കപ്പെടുകയുണ്ടായി. ഫ്രോസ്റ്റിയോ ലോപ്പേസ് സാഹിബ, ഇവർ സ്പെയിൻ പാർലമെന്റ് മെമ്പറാണ്. സ്പെയിനിൽ നിന്നും ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി വന്നതാണ്. തൊലിദോസി തലൈതല പ്രദേശത്തുള്ളവരാണ്. പറയുന്നു, ഈ പരിപാടിയിൽ സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും അന്തരീക്ഷം സൃഷ്ടിച്ചു. ഈ പരിപാടിയിൽ കർമ്മനിരതമായ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചു. അവർ ക്രിയാത്മകമായ പ്രവർത്തനത്തിൽ മുഴുകിയവരാണ്. മിർസ മസ്റൂർ അഹമ്മദിന്റെ നേതൃത്വത്തിൽ സ്നേഹം ഏവരോടും ഇല്ലവെറുപ്പാരോടും എന്ന മുദ്രാവാക്യവുമായി വിവിധ സമുദായങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഹമ്മദികൾ പരസ്പരം ഇഴകിച്ചേർന്നിരിക്കുന്നു. ദുന്യാവ് തങ്ങളുടെ ആലസ്യത്തിൽ മുഴുകിയിരിക്കുകയാണ്. ഇവിടെ സ്നേഹത്തിന്റെയും ശാന്തിയുടെയും സന്ദേശം വളരെ സുപ്രധാനമുള്ളതാണ്. ഇങ്ങനെയുള്ള ലോകത്ത് നിങ്ങളെയുള്ളവരെ കുറിച്ച് അറിയുക എന്നത് സൗഭാഗ്യം തന്നെയാണ്. നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ പൂർണ്ണമായി ഞാൻ പിന്തുണയ്ക്കുന്നു. ആഗോള മനുഷ്യാവകാശ സംരക്ഷണത്തിനും ലോകസമാധാന പുനഃസ്ഥാപനത്തിനുമിനെ കുറിച്ചും താങ്കൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും ഞാൻ യോജിക്കുന്നു. മതത്തിന്റെ പേരിലുള്ള അക്രമത്തെ എപ്പോഴും ഞാൻ അപലപിക്കുന്നതാണ്. സ്പെയിനിൽ നിന്നും ജോർജ് മാരിയോ ലോൺസോ, മെഡ്രിഡിൽ പോപ്പുലർ പാർട്ടിയുടെ പ്രതിനിധിയാണ്, അസംബ്ലി അംഗമാണ്, കന്റാബറിയ സ്പെയിനിലുള്ളവരാണ്. പറയുന്നു, എന്നെ കണ്ടപ്പോഴുള്ള പ്രതികരണം ആദ്യം അറിയിക്കുകയുണ്ടായി. തുടർന്ന് എഴുതുകയാണ്, അഹമ്മദികളെ കണ്ടപ്പോൾ എനിക്ക് ഖലീഫയെ കണ്ടപ്പോഴുള്ള അതേ വികാരമാണുള്ളത്. ഈ ജമാഅത്ത് ഒന്നടങ്കം അതിഥി സൽക്കാരപ്രിയരും ശാന്തപ്രകൃതരുമാണ്. ഖലീഫ പറഞ്ഞതനുസരിച്ച് മതങ്ങൾ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ലെന്നും സ്നേഹം പരസ്പരം പരത്തുന്നവരാണെന്നും എനിക്ക് മനസ്സിലായി. സെന്റിയാഗോ കെട്ടാല സാഹിബ്, ഇവർ കൊയൻക യൂണിവേഴ്സിറ്റിയിലെ ലോ പ്രൊഫസറാണ്. പല ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട്. ഇസ്ലാം ഇൻ വലൻഷ്യ, ഇസ്ലാമിക് ജൂറിസ്പ്രുഡൻസ് എന്നിവ ഉൾപ്പെടുന്നു. പറയുന്നു, എന്റെ വാക്കുകൾ ഖലീഫ വരെ എത്തിക്കണം. അതേപോലെ രാത്രിയിൽ കണ്ട ഇമാം സാഹിബിനും നമ്മോടൊപ്പം ഉണ്ടായിരുന്ന സ്പാനിഷ് സഹോദരന്മാർക്കും എന്റെ സന്ദേശം എത്തിക്കുക. എല്ലാവർക്കും നന്ദി അറിയിക്കുക. നിങ്ങളെയെല്ലാം കാണാൻ കഴിഞ്ഞതിൽ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുന്നു. അള്ളാഹു നമുക്ക് കൂടുതൽ കണ്ടുമുട്ടാനുള്ള അവസരങ്ങൾ ഒരുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അള്ളാഹു നിങ്ങളോട് വളരെയധികം കരുണ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നന്മ വരട്ടെ എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ദൈവം ധനവും ശാന്തിയും നൽകട്ടെ. ഞാൻ മതവിശ്വാസിയാണ്. ചില ആത്മീയ അനുഭവങ്ങൾ എനിക്കുണ്ട്. ഒരു ദീർഘകാലമായി ഇങ്ങനെയുള്ള ഒരു മതാന്തരീക്ഷം എനിക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. നേരായ മാർഗത്തിലുള്ളവരാണ് ആത്മീയ വഴികാട്ടികൾ എന്നത് നമുക്കറിയാം. അവരെ ദൈവത്തോടൊപ്പവും ദൈവം അവരോടൊപ്പവുമായിരിക്കും. സ്പെയിനിൽ നിന്നുള്ള ഒരു വക്കീൽ സ്ത്രീ, അവർ വന്നിരുന്നു. അവർ തിരിച്ചുപോയതിനു ശേഷം അയച്ച സന്ദേശം ഇതാണ്. സ്പെയിനിൽ നിന്നും വന്ന ഒരു സുഹൃത്ത് കമർ സാഹിബ് എന്നോട് പറഞ്ഞിരുന്നു, ഈ ദിവസം അസാധാരണ ദിവസമായിരിക്കും. അദ്ദേഹം പറഞ്ഞത് തികച്ചും ശരിയാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ നിങ്ങളുടെ ജമാഅത്ത് ഇതുപോലെ ചെയ്ത പ്രവർത്തനത്തിൽ തീർച്ചയായും അതിന്റെ ഫലങ്ങൾ പ്രകടമാകുന്നതാണ്. സ്പെയിൻ എന്ന നാട് ആദ്യം മുസ്ലിങ്ങളുടെ ആധിപത്യമുണ്ടായിരുന്ന നാടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടെ ഇസ്ലാമിനോട് വിരോധമാണുള്ളത്. ചില പ്രദേശങ്ങളിൽ ശക്തമായ എതിർപ്പ് അവിടെയുണ്ട്. മാൾട്ടയിൽ നിന്നും പ്രൊഫസർ ആണേഴ്സ് കസോല സാഹിബ് വന്നിരുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് മാൾട്ടയിൽ പ്രൊഫസറായി ജോലി ചെയ്യുന്നു. മാൾട്ടി ലിറ്ററേച്ചർ പഠിപ്പിക്കുന്നു. 30-ൽ പരം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. മാൾട്ടയിലെ മൂന്നാമത്തെ രാഷ്ട്രീയ പാർട്ടി മാൾട്ട ഗ്രീൻ പാർട്ടിയുടെ ഫൗണ്ടറാണ്. കുറെ കാലം ഗ്രീൻ പാർട്ടിയുടെ നേതാവായിരുന്നു. ഇറ്റാലിയൻ പാർലമെന്റ് മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന സ്ഥാനവും കരസ്ഥമാക്കിയിട്ടുണ്ട്. അദ്ദേഹം തന്റെ കാഴ്ചപ്പാട് വിവരിക്കുന്നു. കോൺഫറൻസിൽ സംവിധാനം വളരെ ഉന്നത നിലവാരം പുലർത്തിയിരുന്നു. എവിടെയും ഒരു കുറവും കാണാൻ സാധിച്ചില്ല. അഹമ്മദിയ ജമാഅത്തിന്റെ ആഗോള സാഹോദര്യ വീക്ഷണവും
സ്നേഹം എവരോടും ഇല്ലവരും ആരോടും എന്ന മുദ്രാവാക്യം വളരെ സുപ്രധാനമായ ഒരു കാഴ്ചപ്പാടാണ്. ഇത് മാനവരാശിയെ ആകമാനം ഒന്നിപ്പിക്കുന്നതാണ്. വർഗീയതയെയും മതവൈപരീത്യത്തെയും ഇല്ലാതാക്കി മനുഷ്യനെ ഒന്നിപ്പിക്കുവാനുള്ള ഗ്യാരണ്ടി ഇത് നൽകുന്നു. ഖലീഫയുടെ പ്രസംഗം ആഗോള തലത്തിലുള്ള സമാധാനം സ്ഥാപിക്കാനുള്ള പ്രത്യക്ഷ രൂപമാണ്. ശാന്തിയും സൗഹൃദവും ആഗ്രഹിക്കുന്ന ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും അഹമ്മദിയ ജമാഅത്ത് പരസ്പരം സംവദിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുകയാണ് ചെയ്യുന്നത്. രാഷ്ട്രീയ തലത്തിലും അവർ ഈ കാര്യത്തിൽ നല്ല രീതിയിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. दीवान बारतोलो साहब, इनका ताल्लुक मीडिया से है. 2 प्रोग्रामों के മാൾട്ടിൽ നിന്ന് വന്ന മറ്റൊരു അതി ജവാൻ ബാർത്തോലോ സാഹിബ് മാധ്യമ പ്രവർത്തകരാണ്. അദ്ദേഹം 2 പ്രോഗ്രാമുകളുടെ പ്രൊഡ്യൂസറുമാണ്. लीफलेट स्कीम शुरू की गई है. ജമാഅത്തുമായി ഇദ്ദേഹം ബന്ധപ്പെടുന്നത് ഇപ്രകാരമാണ്. നാം വിതരണം ചെയ്യുന്ന ലീഫ്ലെറ്റുകളിൽ ഒന്ന് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അത് അദ്ദേഹത്തെ സ്വാധീനിക്കുകയും ജമാഅത്തുമായി ബന്ധപ്പെടാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ ഈ ബന്ധം വർദ്ധിച്ചുകൊണ്ടിരുന്നു. कि मुझे कहते हैं कि उन അദ്ദേഹം പറയുന്നു, अमन के क़याम के लिए आपकी गिरां कदर खिदमात के बड़े ശാന്തിക്ക് വേണ്ടിയുള്ള തുത്യർഹമായ സേവനത്തെ ഞാൻ गिरां कदर खिदमात हैं, जिसका मैं बड़ा मद्दाह हूं. അഭിനന്ദിക്കുന്നു. और फिर कहते हैं मेरे बारे में कि जो कुछ उनके मुतालिक पढ़ा था इससे कहीं ज्यादा उनको पाया. എന്നെക്കുറിച്ച് എഴുതുന്നു, ഹുസൂറിനെ കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ വായിച്ചറിഞ്ഞിരുന്നു. ഇതിനേക്കാളും എത്രയോ ഉന്നതമായി ഞാൻ അദ്ദേഹത്തെ കാണുകയുണ്ടായി. നിങ്ങളുടെ സന്ദേശം സ്ഥായിയായി നിലനിൽക്കുന്നതാണ്. നിങ്ങളുടെ സന്ദേശം ശരിയായ ആളുകളിലാണ് എത്തിയിരിക്കുന്നത് എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. के लिए आपके मिशन और जद्दोजहद से बहुत ആഗോള സാഹോദര്യത്തിന് വേണ്ടിയുള്ള താങ്കളുടെ പ്രവർത്തനങ്ങളും പരിപാടികളും എന്നെ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. एक साथी का जो वहीं बेल्जियम में ब्रसल में उनको मिली थी, जब उसको बताया कि मैं इसलिए आया हूँ. ബൽജിയത്ത് വെച്ച് കണ്ട തന്റെ ഒരു സുഹൃത്തിനെ കുറിച്ച് അദ്ദേഹം എഴുതുന്നു, ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനാണ്. ഞാൻ എന്റെ സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, യൂറോപ്യൻ പാർലമെന്റിൽ നടക്കുന്ന പരിപാടികൾ ഇത്രമാത്രം സുസംഘടിതമാകാറില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് അഹമ്മദിയ ജമാഅത്തിന്റെ പ്രോഗ്രാമാണ്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് അവരെ അറിയാം, അവരുടെ പ്രോഗ്രാമുകൾ എപ്പോഴും സുസംഘടിതമായി തന്നെയാണ് നടക്കാറുള്ളത്. साइंटोलॉजी यूरोप की मेंबर हैं. മിസ്റ്റർ ക്രിസ്ത്യൻ മേരെ ഇദ്ദേഹം ചർച്ച് ഓഫ് സയന്റോളജി യൂറോപ്പിന്റെ മെമ്പറാണ്. हाल में कहा कि एक बहुत अहम मीटिंग थी. അദ്ദേഹം പറയുന്നു, किताब में हम सबको ये पैगाम വളരെ സുപ്രധാനമായ മീറ്റിംഗ് ആയിരുന്നു. ഖലീഫ തന്റെ പ്രസംഗത്തിൽ നമുക്കെല്ലാവർക്കും നൽകിയിരിക്കുന്ന സന്ദേശം, उनका पैगाम നാം എല്ലാവരും ഒത്തൊരുമിച്ച് ലോകത്ത് സമാധാനം ഉണ്ടാക്കുന്നതിനായി പരിശ്രമിക്കേണ്ടതാണ്. പരസ്പരമുള്ള വിദ്വേഷത്തെ ഇല്ലാതാക്കുക. അദ്ദേഹത്തിന്റെ സന്ദേശം യുക്തിസഹമായിരുന്നു. മാനവ സമൂഹത്തിന്റെ ഉന്നതമായ ഭാവി നിലനിൽക്കുന്നത് ഈ അധ്യാപനം പിൻപറ്റുന്നതിലൂടെയാണ്. ഫ്രാൻസിലെ ഒരു സ്ഥലമായ മഡ്ഗൺ ലീജോക്കിയിലെ ഡെപ്യൂട്ടി മേയറും ഇതിൽ പങ്കെടുത്തിരുന്നു. അവർ പറഞ്ഞു, ഈ പ്രഭാഷണം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. വളരെ സുപ്രധാനമായ വിഷയമായിരുന്നു അദ്ദേഹം പ്രസംഗിച്ചിരുന്നത്. എല്ലാ കാര്യങ്ങളും വ്യക്തമായി വിവരിക്കുകയുണ്ടായി. ഫ്രാൻസിലെ യൂണിവേഴ്സിറ്റി പ്രൊഫസർ മിസ്റ്റർ മാർക്കോട്ട് ഡയാനി ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. പറയുന്നു, ഖലീഫയുടെ നേതൃത്വത്തിൽ യൂറോപ്യൻ പാർലമെന്റിൽ നടന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. ഇത് എന്റെ സൗഭാഗ്യമായി ഞാൻ കരുതുന്നു. ഇത് എനിക്ക് ആദരവും അനുഗ്രഹവും നൽകുന്ന ഒരു പരിപാടിയായിരുന്നു. യഥാർത്ഥ അർത്ഥത്തിൽ സമാധാനകാംക്ഷികളായ മനുഷ്യന്റെ കടമ നിറവേറ്റുന്ന ഒരു ശരിയായ മതനേതാവിന്റെ സാന്നിധ്യത്തിൽ ഞാൻ അവിടെ സന്നിധനാവുകയുണ്ടായി. ശാന്തിയും പരസ്പര സാഹോദര്യവും സ്ഥാപിക്കാനായി പ്രവർത്തിക്കുന്ന ഒരു മഹാനായ നേതാവിനെ കാണാൻ സാധിച്ചത് എനിക്കൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ലവ് ഫോർ ഓൾ, ഹേറ്റഡ് ഫോർ നൺ എന്ന മുദ്രാവാക്യം ശക്തവും സമാധാനം സ്ഥാപിക്കുന്നതുമാണ്. ഇത് വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. പങ്കെടുത്ത എല്ലാവരും വലിയ ആദരവാണ് ലഭിച്ചത്. ജനങ്ങൾ വളരെ കൂടുതലായിരുന്നു. പുറത്തുപോലെ ജനങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു. ന്യൂസ് ബ്രിസിലെ മുൻ മേയർ പറയുന്നു, അദ്ദേഹത്തെ ക്ഷണിച്ചതിന് ആദ്യം അദ്ദേഹം നന്ദി രേഖപ്പെടുത്തുകയുണ്ടായി. ഈ പ്രോഗ്രാം ഞങ്ങളെ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. ഭാര്യയും ഭർത്താവും വന്നിരുന്നു. करना आजकल दुनिया में होने वाले जुल्म और शिद्दत पसंदी का ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക എന്നത് ഇന്ന് ലോകത്ത് നടക്കുന്ന അക്രമ പ്രവർത്തനങ്ങൾക്കുള്ള ഉചിതമായ മറുപടിയാണ്. मौजू यूरोपियन पार्लियामेंट के सियासी एजेंडे का भी हिस्सा है. ഈ വിഷയം अमन യൂറോപ്യൻ പാർലമെന്റിലെ പരിപാടിയിലുള്ള ഒരു വിഷയം കൂടിയാണ്, भी तो जो मिलती रहे സമാധാനം പുനഃസ്ഥാപിക്കൽ എന്നുള്ളത്. ഈ വിഷയത്തിൽ ഭാവിയിലും ശ്രദ്ധ ഉണ്ടായിത്തീരുന്നതാണ്. हौसला बुलंद हुआ. ഈ പരിപാടിയിൽ പങ്കെടുത്ത കാരണം ഇവിടെ ശ്രോതാക്കൾക്കും വായനക്കാർക്കും കൂടുതൽ ധൈര്യം ലഭിക്കുകയുണ്ടായി.
മിസ്റ്റർ ചാൾസ് ഡാനക് MP പറയുന്നു, അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ലോകാടിസ്ഥാനത്തിൽ ശാന്തി സന്ദേശം പരത്തിക്കൊണ്ടിരിക്കുകയാണ്, തീവ്രവാദത്തിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുന്നതിന് മുമ്പേ വിജയകരമായ ഒരു പ്രസ് കോൺഫറൻസും നടക്കുകയുണ്ടായി. ആ പ്രോഗ്രാം നടക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് പ്രസ് കോൺഫറൻസ് നടന്നിരുന്നു. അവിടെ വെച്ച് ഏതൊരു രീതിയിലാണ് ചോദ്യോത്തരങ്ങൾ നടന്നത്, അത് എന്നെ വ്യക്തിപരമായി വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. മുസ്ലിം നേതാക്കന്മാരിൽ നിന്നും ഇങ്ങനെയുള്ള സന്ദേശമാണ് ലോകത്തിനാവശ്യം. ഈ സമാധാനത്തിന്റെ സന്ദേശം യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിന്റെ ശബ്ദമാണ്. ഇത് ഇസ്ലാമുമായി മാത്രം ബന്ധപ്പെട്ടതല്ല, മറ്റു മതങ്ങളുമായും ഇതിന് ബന്ധമുണ്ട്. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് നിത്യവും വിജയങ്ങളുടെ പടവുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഉപഭൂഖണ്ഡങ്ങളിലും ഇവരുടെ ശാഖകളുണ്ട്. അഹമ്മദിയ സമൂഹത്തിന്റെ സന്ദേശം കുറച്ചു പേരെ അറിയുന്നുള്ളൂ. യൂറോപ്പിൽ ഈ സമൂഹത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ പ്രചരിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇത് ലവ് ഫോർ ഓൾ ഹേറ്റഡ് ഫോർ നൺ എന്നത് ഉൾക്കൊള്ളുന്നതാണ്. ഇത് ശാന്തിയുടെ സന്ദേശമാണ്. ഈ ശാന്തി മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മതങ്ങൾക്കിടയിലും ഈ സമാധാനത്തിന്റെ സന്ദേശം പരത്തേണ്ടതാണ്. ഇക്കാലത്ത് അഹമ്മദിയ ജമാഅത്ത് ലോകത്തിന് മുമ്പിൽ ശാന്തിയുടെയും സഹനത്തിന്റെയും ഉന്നത മാതൃക പ്രകടമാക്കുന്നു. എന്നാൽ മറുഭാഗത്ത് മത തീവ്രവാദികളും ഭീകരവാദികളും ശാന്തിക്കും മാനവ ഐക്യത്തിനും ഭീഷണിയായി നിലകൊള്ളുന്നു. ഈ മത തീവ്രവാദങ്ങൾ ആഗോളതലത്തിൽ ഉള്ള തീവ്രവാദവുമായി കൈകോർക്കുന്നു. മുസ്ലിങ്ങൾ സ്വയം ഈ ഭീകര പ്രവർത്തനങ്ങൾക്ക് മറുപടി നൽകേണ്ടതാണ്. ഇപ്പോൾ അഹമ്മദിയ ജമാഅത്ത് ഇതിന് മറുപടി നൽകി വരുന്നുണ്ട്. എന്റെ പ്രസംഗത്തെക്കുറിച്ച് പറയുകയുണ്ടായി, താങ്കളുടെ അർത്ഥസമ്പുഷ്ടമായ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. വിവിധ വിഷയങ്ങളെക്കുറിച്ച് പ്രഭാഷണത്തിൽ വിശദീകരിക്കുകയുണ്ടായി. ശാന്തിയുടെയും സഹനത്തിന്റെയും യഥാർത്ഥ ഇസ്ലാമിക പാഠങ്ങൾ കേൾപ്പിക്കുകയും വികസിത രാജ്യങ്ങൾ ദരിദ്ര സമൂഹങ്ങളെയും ദരിദ്ര നാടുകളെയും സഹായിക്കേണ്ടതാണെന്നും പറഞ്ഞു. പാശ്ചാത്യ നാടുകൾക്കും പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനിലുള്ള നാടുകളിലും വരുന്ന ഉന്നത ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും പരാമർശിക്കുകയുണ്ടായി. ഇവരെല്ലാം അവർ സഹതാപത്തോടും വളരെ ചിന്തിച്ചും നിറവേറ്റാൻ ശ്രമിക്കേണ്ടതാണ്. താങ്കൾ സധൈര്യം യുക്തിസഹമായ രീതിയിൽ ഇമിഗ്രേഷൻ കാരണമായി ഉണ്ടാകുന്ന പ്രശ്നത്തെക്കുറിച്ചും തന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞത് എന്നെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്കറിയാം ഇത് ഞങ്ങളുടെ നാട്ടിലെ സുപ്രധാന വിഷയമാണ്. മറ്റുള്ളവരോടൊപ്പം സൗഹൃദത്തിൽ കഴിയുക എന്നതും മറ്റുള്ളവരെ സഹായിക്കുക എന്നതും ഇന്നത്തെ സുപ്രധാനമായ സന്ദേശമായി ഞാൻ മനസ്സിലാക്കുന്നു. ഇത് നാം കൂടെ കൊണ്ട് പോകേണ്ടതാണ്. എസ്റ്റോണിയയുമായി ബന്ധപ്പെട്ട മെമ്പർ ഓഫ് പാർലമെന്റ് മിസ്റ്റർ ടുമെക് ബലാം ഇപ്രകാരം തന്റെ പ്രതികരണം അറിയിക്കുന്നു. ജമാഅത്ത് ഭീകര പ്രവർത്തനങ്ങളെയും അക്രമത്തെയും നിശിതമായി എതിർക്കുന്നു. ഇത് ഇക്കാലത്ത് ലോകത്ത് ശക്തമായി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ മതങ്ങളെയും വിശ്വാസങ്ങളെയും ഒന്നിപ്പിക്കാനായി താങ്കളുടെ മാതൃക താത്വികമായും പ്രാവർത്തികമായും വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഈ സന്ദേശം പ്രചരിപ്പിക്കുന്നതിൽ നാം കൂടുതൽ ശക്തി നൽകേണ്ടതാണ്. യൂറോപ്യൻ പാർലമെന്റിൽ ഈ സന്ദേശത്തിന്റെ ഭാഗമായി തീരുന്നതിൽ എനിക്ക് സന്തോഷമാണുള്ളത്. ഗ്ലോഡ് മെറിയ SMP മെമ്പർ യൂറോപ്യൻ പാർലമെന്റ് പറയുന്നു, യൂറോപ്യൻ പാർലമെന്റിൽ നടക്കുന്ന പരിപാടിയിൽ ഇതുവരെ ഹാജർ നില ഇത്ര ഉണ്ടാകാറില്ല. ഇക്കാലത്ത് ലോകം പോകുന്നത് വളരെ മോശമായ സ്ഥിതിവിശേഷത്തിലേക്കാണ്. അതുകൊണ്ട് അഹമ്മദിയ ജമാഅത്തിന്റെ ശാന്തി സന്ദേശം നാം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. പരസ്പരം സഹിക്കുവാനും ആദരിക്കുവാനുമാണ് നാം പഠിക്കേണ്ടത്. ഈ കാഴ്ചപ്പാടുകൾ വെറും ലിഖിതങ്ങളിലല്ല ഉള്ളത്. ഇക്കാലത്ത് ഇത് പ്രാവർത്തികമാക്കേണ്ടത് ആവശ്യമായിരിക്കുകയാണ്. എന്നെക്കുറിച്ച് പറയുന്നു, അദ്ദേഹം ഇവിടെ വന്നത് തന്നെ ജനങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു എന്നതിനുള്ള സ്പഷ്ടമായ തെളിവാണ്.
അഹമ്മദിയ ജമാഅത്തിനെ നമുക്ക് അടുത്ത് അറിയേണ്ടിയിരിക്കുന്നു. അവരുടെ സമാധാനത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇതുകൂടാതെ മത ജാതി വർഗ വ്യത്യാസമില്ലാതെ മാനവരാശിയെ സേവിക്കുക എന്നത് ഈ ജമാഅത്തിന്റെ പ്രത്യേകതയാണ്. ഈ കാര്യങ്ങളെല്ലാം കൂടുതലായി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. प्रेस आए वाले आए हुए हैं इसमें അവിടെ പ്രസിന്റെ പ്രതിനിധികൾ വന്നിരുന്നു. फेथ मैटर्स स्पेनिश मीडिया അതിൽ BBC ന്യൂസ്, ഫെയ്ത്ത് മാറ്റേഴ്സ്, സ്പാനിഷ് മീഡിയ, എക്യു യൂറോപ്പ, चैनल था, जियो टीवी മാൾട്ടയുടെ ജനപ്രിയ ചാനൽ ജിയോ TV, ഡെയിലി ജങ്ക് എന്നിവരുടെ പ്രതിനിധികൾ, പാരീസിലെ മാഗസിൻ പ്രതിനിധി, टर्किश मीडिया അൽമന റേഡിയോ ബെൽജിയം, ടർക്കിഷ് മീഡിയ, അബ്ഹബട്ട് ഉണ്ടായിരുന്നു. ഫ്രഞ്ച് അക്കാഡമിക് റിസർച്ച്, ഓണർ ഓഫ് ജസ്റ്റിസ് ഫസ്റ്റ് ഓഫ് ദ വേൾഡ്, കുക്കർ ന്യൂസിന്റെ പുക്കാർ, അസോസിയേറ്റഡ് പ്രസ് പാകിസ്ഥാൻ, यूरोपियन पार्लियामेंट के ऑफिशियल फोटोग्राफर बेल्जियम के टीवी യൂറോപ്യൻ പാർലമെന്റിലെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ ബെൽജിയം TV, मीडिया के नुमाइंदे भी वहां मौजूद റേഡിയോ പ്രതിനിധികൾ, മറ്റു മാധ്യമ പ്രവർത്തകരും അവിടെ ഉണ്ടായിരുന്നു. CNN ने भी एक हिस्से का CNN के हवाला പ്രസംഗത്തിലെ ഒരു ഭാഗം തന്റെ വെബ്സൈറ്റിൽ നൽകിക്കൊണ്ട് അതിന്റെ മുകളിൽ എഴുതി കോട്ട് ഓഫ് ദ ഡേ एक होने का जिक्र था। എന്ന് എഴുതുകയുണ്ടായി. അദ്ദേഹത്തിന് ഈ പ്രസംഗം വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. അതിൽ പരസ്പരം ഒന്നായി തീരാനാണ് പറഞ്ഞിരുന്നത്. ജർമ്മനിയിലെ നാഷണൽ മെമ്പർ ഓഫ് പാർലമെന്റ് തന്റെ പ്രതികരണം ഇപ്രകാരം അറിയിക്കുന്നു: यहाँ पर गहरा असर किया है। ഇദ്ദേഹത്തിന്റെ പ്രഭാഷണം വളരെയധികം സ്വാധീനം ചെലുത്തുന്നതാണ്. അത് നമ്മളെ ആഴത്തിൽ സ്വാധീനിക്കുകയുണ്ടായി. ये मेरा ख्याल है हैम्बर्ग में कहा था इन्होंने, लेकिन बहरहाल ये कहते हैं कि जिस तरह ഇത് അംബർഗിൽ ആണ് അദ്ദേഹം പറഞ്ഞത്. उन्होंने ब्रिटिश पार्लियामेंट എന്നെ കുറിച്ച് പറയുന്നു, अमेरिका कैपिटल हिल में खिताब അദ്ദേഹം ബ്രിട്ടീഷ് പാർലമെന്റിലും मैंने कोशिश कर അമേരിക്കയിലെ ക്യാപിറ്റൽ ഹില്ലിലും പ്രസംഗം നടത്തുകയുണ്ടായി. बर्लिन में जर्मन पार्लियामेंट से ये खिताब हो। ബെർലിനിൽ ജർമ്മൻ പാർലമെന്റിൽ ഖലീഫയുടെ പ്രസംഗം ഉണ്ടാക്കാനായി ഞാൻ പരിശ്രമിക്കുന്നതാണ്. जो मैंने वहां उस दिन ഹോക്കൽ ഡമറൽ മെമ്പർ സ്റ്റേറ്റ് അസംബ്ലി പറയുന്നു, पूरी इस्लामी दुनिया को जरूरत है ഇദ്ദേഹം നമുക്ക് ഇന്ന് നൽകിയിരിക്കുന്ന മാർഗദർശനം മുഴുവൻ മുസ്ലിം ലോകത്തിനും ആവശ്യമുള്ളതാണ്. कि मैं ही अब एक जिक्र चल रहा है यूरोपियन पार्लियामेंट से आगे हैम्बर्ग का फंक्शन अगले दिन ही था वो യൂറോപ്യൻ പാർലമെന്റിലെ റിപ്പോർട്ട് കഴിഞ്ഞു. को हैम्बर्ग में ഹെംബർഗിലെ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. യൂറോപ്യൻ പാർലമെന്റ് പരിപാടിയിൽ അടുത്ത ദിവസം തന്നെയായിരുന്നു അത്. ചൊവ്വാഴ്ച യൂറോപ്യൻ പാർലമെന്റിലും ബുധനാഴ്ച ഹെംബർഗിലുമാണ് പരിപാടി നടന്നത്. ഇന്റഗ്രേഷൻ ഓഫീസർ ഒരു അഹമ്മദി സുഹൃത്തിനോട് പറയുന്നു, താങ്കളുടെ ഖലീഫ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ വളരെ മനോഹരമായ രീതിയിൽ സമർപ്പിക്കുകയുണ്ടായി. പല തെറ്റിദ്ധാരണകളും ഇത് മുഖേന അകലുകയുണ്ടായി. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് എനിക്ക് വളരെ സന്തോഷമായി. ഇസ്ലാമിന്റെ ശരിയായ അധ്യാപനങ്ങൾ ഇപ്പോഴാണ് മനസ്സിലായത്. ജമാഅത്തിന്റെ പ്രതിനിധികളെ ഞങ്ങളുടെ പരിപാടിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നതാണ്. അവിടെ വന്ന് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ നിങ്ങൾ അവിടെ കേൾപ്പിക്കണം. काउंसिल के नुमाइंदे ने कहा ഹെംബർഗ് പ്രദേശത്തെ ഹാർബറിലെ കൗൺസിലിൽ പ്രതിനിധി പറയുകയുണ്ടായി. दिलों में उतर रहे थे അദ്ദേഹം വാക്കുകൾ പറയുമ്പോൾ कोई भी नुमाइंदा അത് ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയുണ്ടായി. നമ്മുടെ ഒരു മതപ്രതിനിധിക്കും ഈ രീതിയിൽ പറയാൻ കഴിയില്ല. खासतौर पर इस्लाम का तस्वर ഖലീഫ ഇസ്ലാമിനെ കുറിച്ച് സമർപ്പിച്ച രീതിയിൽ, അതായത് करनी चाहिए। ഏത് നാട്ടിലാണ് താമസിക്കുന്നത് ആ നാടിനോട് സ്നേഹമുള്ളവരായി തീരണം എന്ന മനോഹര പാഠം എന്നെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ പുതിയൊരു ചിത്രമാണ്. ഒരു സ്ത്രീ फिर इंटीग्रेशन के हुकूमती എന്നെ കുറിച്ച് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയുണ്ടായി. ഇന്റഗ്രേഷൻ വകുപ്പുമായി ബന്ധപ്പെട്ട 2 ഓഫീസർ അവിടെ വന്നിരുന്നു. ഞങ്ങളുടെ എല്ലാ ഭയവും ദൂരീകരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നവർ പറഞ്ഞു. ഖലീഫ തന്റെ പ്രസംഗത്തിൽ തങ്ങളുടെ എല്ലാ ഭയപ്പാടുകളും അകറ്റുകയുണ്ടായി. മുസ്ലിങ്ങൾ ഈ രീതിയിലാണ് ചിന്തിക്കേണ്ടത്. ഇസ്ലാമിന്റെ അധ്യാപനം ശാന്തി സമാധാനം സ്ഥാപിക്കുന്നതാണ്. സമൂഹത്തിൽ നിലനിന്നിരുന്ന ഭയം ഇല്ലാതായി തീർന്നിരിക്കുന്നു. दफातर के हेड അംബർഗിലെ ഒരു പ്രദേശത്തെ आए हुए थे। ഗവൺമെന്റ് ഓഫീസുകളുടെ തലവൻ തന്റെ പത്നിയോടൊപ്പം വന്നിരുന്നു. അദ്ദേഹം പറയുന്നു, ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് തേനീച്ചകൾ അവരുടെ റാണിയുടെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. के गिर्द काम करती है और खलीफा पर अपनी जान देती है। റാണിക്ക് വേണ്ടി തേനീച്ചകൾ തങ്ങളുടെ ജീവൻ പോലും നൽകുന്നു. ഇതേപോലെ നിങ്ങളുടെ ജമാഅത്ത് നിങ്ങളുടെ ഖലീഫയ്ക്ക് ചുറ്റും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഖലീഫയ്ക്ക് വേണ്ടി തങ്ങളുടെ ജീവൻ നൽകുന്നു. പൂർണ്ണമായും അദ്ദേഹത്തെ അനുസരിക്കുകയും ചെയ്യുന്നു. ഈ കാഴ്ചകളും അന്യരും കാണുന്നു. നിങ്ങളുടെ ഖലീഫയും റാണിയെ പോലെയാണെന്ന് എഴുതുന്നു. ജമാഅത്ത് ഖലീഫയെ ഏതു രീതിയിലാണ് ആദരിക്കുന്നതെന്നും അവർ എഴുതുന്നു. അവിടെ खिताब से पहले कोई
പ്രസ് ആൻഡ് മീഡിയയിലെ പ്രതിനിധികളും വന്നിരുന്നു. പ്രസംഗത്തിനു മുമ്പേ അവർക്ക് കൂടെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ അമീർ സാഹിബ് ജർമ്മനിയെ ഇന്റർവ്യൂ നടത്താനാണ് വന്നത്. എന്നെയും ഇന്റർവ്യൂ ചെയ്യണമെന്ന് അവർ പറഞ്ഞു. എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം വെക്കാം എന്ന് പറഞ്ഞു. ഈ പരിപാടിക്ക് ശേഷം ഞാൻ അവരെ വിളിപ്പിച്ചപ്പോൾ അവര് പറഞ്ഞത് ഞങ്ങൾക്ക് ചോദിക്കാനുണ്ടായിരുന്ന കാര്യങ്ങളും ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന സംശയങ്ങളും എല്ലാം ഈ പ്രസംഗത്തിലൂടെ അകറ്റപ്പെടുകയുണ്ടായി. അതുകൊണ്ട് ഇനി ഇതിന്റെ ആവശ്യമില്ല. ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ അവരുടെ മുമ്പാകെ സമർപ്പിക്കുമ്പോൾ ഇസ്ലാം എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. ഇസ്ലാമിക് കമ്മ്യൂണിറ്റി ബോർഡിന്റെ ഒരു മെമ്പറും അവിടെ വന്നിരുന്നു. ഇവര് അറബിയാണ്. യൂണിവേഴ്സിറ്റിയിൽ ഇസ്ലാം റിസർച്ചിൽ പ്രവർത്തിക്കുന്നവരാണ്. ജമാഅത്തിന്റെ എതിരായിരുന്നു. ജമാഅത്തിനെതിരെ മുമ്പ് സംസാരിക്കുകയും ചെയ്തിരുന്നു. കുറച്ചു കാലമായി അവരുടെ നിലപാട് മാറി. നമ്മുടെ ഒരു മിസ്രി പ്രൊഫസർ അവിടെയുണ്ട്. ജമാഅത്തുമായി വളരെ അടുത്താണ് അദ്ദേഹം. അദ്ദേഹം മുഖേന ഇവർക്ക് മാറ്റമുണ്ടായതായേക്കാം. അവർ പറഞ്ഞു ഞങ്ങളുടെ എല്ലാ സന്ദേഹങ്ങളും അകലുകയുണ്ടായി. താങ്കളുടെ ഖലീഫ സാധാരണ മനുഷ്യനല്ല, വലിയ നേതാവനാണ്, ധിഷണാശാലിയാണ്. പറയുന്നു ഖലീഫയെ നടക്കുന്ന അവസ്ഥയിലും സംസാരിക്കുന്ന അവസ്ഥയിലും എല്ലാം ഞാൻ കണ്ടു. മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലീഡർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. ആ ലീഡറെ എന്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ കാണുകയുണ്ടായി. ചുരുക്കത്തിൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖിലാഫത്തിന്റെ അനുഗ്രഹമാണിത്. ഇവർ അവിടെ ഇതെല്ലാം കണ്ടിട്ടും പക്ഷേ അവർ അവരുടെ സ്ഥാനത്ത് തന്നെ നിൽക്കുകയാണ്, സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഹംബർഗ് നഗരത്തിലെ പ്രസിഡന്റ് ഓഫ് പോലീസ് ഈ പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. മുഴുവൻ സംസ്ഥാനത്തെയും ഉത്തരവാദിത്തം ഇദ്ദേഹത്തിനാണുള്ളത്. അദ്ദേഹം പറയുന്നു ഇസ്ലാമിന്റെ ശാന്തിയുടെ സന്ദേശം പ്രഭാഷണത്തിൽ കേൾപ്പിച്ചത് അനുസരിച്ച് നാം എല്ലാം പ്രവർത്തിക്കുകയാണെങ്കിൽ പിന്നെ പോലീസുകാരുടെ ആവശ്യം തന്നെ നിലനിൽക്കുന്നതല്ല. ഹംബർഗിലെ പരിപാടിക്കും നല്ല കവറേജ് ലഭിച്ചിരുന്നു. ഹംബർഗ് ഹെബൻ ബ്ലാഡ് പത്രത്തിന്റെ വായനക്കാർ 5,57,000 അതിൽ അവർ ന്യൂസ് പ്രസിദ്ധീകരിച്ചു. ബെൽഡ് എന്ന പത്രം 7,21,000 ആളുകൾ അതിന്റെ വായനക്കാരുണ്ട്. വെൽറ്റ് കമ്പാക്ട് 1,00,000 സർക്കുലേഷൻ ഉള്ള പത്രമാണ്. NDR Actual 4,00,000 ആളുകൾ ഇത് വായിക്കുന്നു. വിവിധ പത്രങ്ങളിൽ ഹംബർഗ് പള്ളി ഉദ്ഘാടനത്തെക്കുറിച്ച് റിപ്പോർട്ട് വരികയുണ്ടായി. ഹിസൻ സംസ്ഥാനത്തെ പാർലമെന്റിന്റെ പ്രതിപക്ഷ നേതാവും മുലാഖാത്തിന് വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമിക ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ച് അറബ് നാടുകളിൽ ഉള്ള മാറ്റങ്ങൾ, അതിനെ ഏതു രീതിയിലാണ് താങ്കൾ കാണുന്നത്? കാരണം ഇത് ഇവിടെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെയുള്ളവർ അവരെ സഹായിക്കുന്നു. അതോടൊപ്പം അവിടെ നടക്കുന്നതെല്ലാം അതിന്റെ ഉത്തരവാദികൾ ഇവരാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അറബ് നാടുകളിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ ഒരു രാത്രി കൊണ്ടുണ്ടായതല്ല. ഇന്നുള്ള ഇതേ നേതാക്കന്മാർ തന്നെയായിരുന്നു 10-20 വർഷം മുമ്പും അറബ് നാടുകളിൽ ഉണ്ടായിരുന്നത്. അവരും ഇതേ ചിന്താഗതിക്കാരായിരുന്നു. എന്നാൽ വൻ ശക്തികൾ അന്ന് ശ്രദ്ധിച്ചില്ല. അവരുടെ ലക്ഷ്യം തങ്ങളുടെ സ്വയം താൽപര്യ സംരക്ഷണമായിരുന്നു. അവിടെയുള്ള പ്രാദേശിക ജനങ്ങൾക്കും ഇതിലേക്കൊന്നും ശ്രദ്ധ ഉണ്ടായിരുന്നില്ല. അവരെ ഇളക്കിവിടുന്നത് പുറം നാട്ടുകാരാണ്. ഈ നേതൃത്വങ്ങൾ മുമ്പും അഴിമതിയിൽ മുങ്ങി കുളിച്ചവരായിരുന്നു. ഇവർ പൊതുജനങ്ങളോട് നല്ല രീതിയിൽ മുമ്പേയും പ്രവർത്തിച്ചിരുന്നില്ല. എന്നാൽ പാശ്ചാത്യ ശക്തികൾ, ഈ നാടുകളിൽ സഹായം നൽകുന്ന ഏജൻസികൾ ഇവരുമായി ബന്ധപ്പെടുകയുണ്ടായി. വൻ ശക്തികൾ നേതാക്കളെ തങ്ങളുടെ സ്വാധീന വലയത്തിൽ വെച്ചപ്പോഴെല്ലാം നേതൃത്വം ഇവരുടെ കാര്യങ്ങൾ അംഗീകരിച്ചു കൊണ്ടുപോന്നു. അവിടെ ആ സമയത്ത് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല.
എന്നാൽ ആ നേതാക്കന്മാർ ഇവർക്ക് അനുയോജ്യരല്ലാതായി കഴിഞ്ഞപ്പോൾ അവർ അവിടെ ഒരു വിപ്ലവം നടത്താൻ ശ്രമിച്ചു. അതിനാൽ പാശ്ചാത്യ നാടുകളിലുള്ളവർ ഈ നാടുകളിൽ ശാന്തി സ്ഥാപിക്കപ്പെടണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ യഥാർത്ഥ ജനാധിപത്യം കൊണ്ടുവരിക. ഇപ്പോൾ നിങ്ങൾ അവിടെ ജനാധിപത്യം വേണമെന്നാണല്ലോ ഒച്ചപ്പാടുണ്ടാക്കുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരു ദീർഘകാലം വരെ അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നടപടി ശരിയല്ല. അങ്ങനെ ആ വ്യക്തി അതിരു കവിയുകയും ഡിക്റ്റേറ്ററായി മാറുകയും ചെയ്താൽ അദ്ദേഹത്തിനെതിരിൽ നടപടിയെടുക്കാൻ നിങ്ങൾ തയ്യാറാകുന്നു. ശരിക്കും ഡിക്റ്റേറ്റർ ഉണ്ടാക്കുന്നത് നിങ്ങളാണ്. പുരോഗതിയുടെ ഏതൊരു ഉന്നത സ്ഥാനത്ത് ആ നാടുകൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നുവോ അത് നിങ്ങൾ ഇഷ്ടപ്പെടാതെ വരുമ്പോൾ നിങ്ങൾ അതിനെ തകർത്ത് തരിപ്പണമാക്കി കളയുന്നു. അത് ഒരിക്കലും ശരിയായ നടപടിയല്ല. അതിനാൽ ഏതെല്ലാം നാട്ടിലാണ് കുഴപ്പമുള്ളത് അവിടെ നിങ്ങൾ സഹായം എത്തിക്കുകയും ജനാധിപത്യം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് സ്ഥാപിക്കുകയും ചെയ്യുക. പല കാര്യങ്ങളും ഇത് സംബന്ധമായി അവിടെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. ചുരുക്കത്തിൽ വിവിധ കാര്യങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കാൻ സാധിച്ചു. ജാമിയ അഹമ്മദിയ കെട്ടിട ഉദ്ഘാടനം അവിടെ നടന്നു. വർണൽ ആമന്റ് റെഡ് സ്റ്റേറ്റിലെ അമീറാണ്. ആ പ്രദേശത്താണ് ജാമിയ ഉള്ളത്. അദ്ദേഹം പറയുന്നു, ഖലീഫ പ്രസംഗിച്ചത് എഴുതിയ പ്രസംഗമായിരുന്നില്ല, അത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ശബ്ദമായിരുന്നു. വിദ്യാർത്ഥികളോട് അദ്ദേഹം പറഞ്ഞു, ഈ അധ്യാപനമനുസരിച്ച് സ്വയം പ്രവർത്തിക്കുകയും ജനസമക്ഷം ഉത്തമ മാതൃക കാണിക്കുകയും ചെയ്യുക. ഇത് വളരെ അത്യാവശ്യവും ഫലപ്രദവുമായ കാര്യമാണ്. ഒരു മതനേതാവ് ആയിരിക്കെ അദ്ദേഹം ക്രിയാത്മകമായ മനുഷ്യൻ കൂടിയാണ്. ഇവിടെ ആയിരിക്കെ എന്ന് ഉപയോഗിച്ചത് കൊണ്ട് അദ്ദേഹം എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് എനിക്കറിയില്ല. മതനേതാക്കന്മാർ പറയുന്നത് പ്രവർത്തിക്കാറില്ലെന്നാണോ ഉദ്ദേശിക്കുന്നത്? വുൾഫ് വോർ സാഹിബ് ജർമ്മൻ ഇസ്ലാം കോൺഫറൻസ് സെക്രട്ടറിയാണ്. അദ്ദേഹം അവിടെ വന്നിരുന്നു. ഖലീഫയുടെ നിർദ്ദേശങ്ങൾ വളരെ സുപ്രധാനമറിയിക്കുന്നതാണ്. അദ്ദേഹം കുട്ടികൾക്ക് നൽകിയ പാഠങ്ങൾ പരാമർശിച്ചുകൊണ്ട് പറയുന്നു, കുട്ടികൾ പൊതുസമൂഹം ജീവിക്കുന്നതിൽ നിന്നും വേറിട്ട വേഷവിധാനമുള്ളവരായിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവരുമായി സൗഹൃദത്തിൽ വർത്തിക്കുക, തുറന്ന ഹൃദയത്തോടെ മറ്റുള്ളവരുമായി ബന്ധപ്പെടുക. ഇത് മുഖേന ഭയം കുറക്കാനും വിദ്വേഷം അകറ്റാനും സാധിക്കുന്നതാണ്. പരസ്പരം സംസാരിക്കുന്നതിലൂടെ ആശയവിനിമയം നടത്തുന്നതിലൂടെയും ഇതെല്ലാം സാധിക്കുന്നതാണ്. അതിനാൽ ഖലീഫയെ ഇത് സംബന്ധമായി നിർദ്ദേശിച്ചിരിക്കുന്നത് വളരെ സുപ്രധാനമായ കാര്യങ്ങളാണ്. ഹാനക് എന്ന ജേർണലിസ്റ്റ് പറയുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പരിപാടി വളരെ മാന്യത പുലർത്തുന്നതായിരുന്നു. നല്ല അന്തരീക്ഷത്തിലാണ് ഇത് നടന്നത്. നിങ്ങളുടെ ആഗോള നേതാവിന്റെ പ്രഭാഷണം എന്റെ വീക്ഷണത്തിൽ ആശയസമ്പുഷ്ടവും കാലത്തിന്റെ ആവശ്യവുമായിരുന്നു. ജീവൻ തുടിക്കുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ വെറും അടിസ്ഥാന ധാർമ്മികതയുടെ പാഠത്തിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല. അത് എന്നെ വളരെയധികം സ്വാധീനിച്ചു. പ്രാദേശികവാസികളുമായി വിദ്യാർത്ഥികൾ ബന്ധം വെച്ച് പുലർത്തേണ്ടതിനെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. ജാമിയ അഹമ്മദിയയുടെ ഉദ്ഘാടന ചടങ്ങും പ്രിന്റ് ഇലക്ട്രോണിക് മീഡിയകൾ വളരെയധികം കവറേജ് ചെയ്തു. 10ൽ കൂടുതൽ വാർത്തകൾ വന്നിട്ടുണ്ട്. സംസ്ഥാന TV, റേഡിയോ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ജാമിയയുടെ ഫോട്ടോയും വന്നിട്ടുണ്ട്. പത്രങ്ങൾ എഴുതി. മിർസ മസ്റൂർ അഹമ്മദ് വിദ്യാർത്ഥികളുമായി സംസാരിച്ചു. ഇസ്ലാമിന്റെ മനോഹാരിതയെ ലോകസമക്ഷം സമർപ്പിക്കുന്നതിൽ അദ്ദേഹം ഊന്നൽ നൽകുകയുണ്ടായി. യുവാക്കളോട് പറഞ്ഞത്, നിങ്ങൾ സ്വയം ഒരാത്മപരിശോധന നടത്തുക, അധ്യാപനങ്ങളെ സ്വയം പ്രാവർത്തികമാക്കുക, മനോസമൂഹത്തോട് സ്വഭാവത്തോടെ വർത്തിക്കുക. അഹമ്മദിയ ജമാഅത്തിന്റെ ഒരു നിബന്ധന, ഒരു നിർബന്ധ കടമ സമൂഹത്തിൽ സാഹോദര്യവും സമാധാനവും സ്ഥാപിക്കുക എന്നതാണ്. മറ്റൊരു പത്രം എഴുതി, ഇസ്ലാമിലെ അഹമ്മദിയ ജമാഅത്ത് ഭാവിയിൽ റെസ്റ്റ് ഹോട്ടൽ ഇമാമിനെ സ്ഥാപിക്കുന്നതാണ്. അവിടെ എന്തെല്ലാം ഉണ്ടെന്നും അതിന്റെ ഒരു വിവരണം അദ്ദേഹം നൽകുകയുണ്ടായി. ഇവരുടെ നേതാവ് മിർസ മസ്റൂർ അഹമ്മദ് ഭാവിയിലെ ഇമാമുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, റസ്റ്റോമിലും ഹസനിലും ഇസ്ലാമിനോടുള്ള ഭയം ഇല്ലാതാക്കേണ്ടതാണ്. ഇസ്ലാം മറ്റു സമൂഹത്തോടും മതങ്ങളോടും ഒരിക്കലും യുദ്ധം പ്രഖ്യാപിക്കുന്നില്ല. ഇങ്ങനെ വിവിധ പത്രങ്ങളുടെ അഭിപ്രായങ്ങളുണ്ട്. അല്ലാഹു തആല ഈ പ്രോഗ്രാമുകളുടെ നല്ല ഫലങ്ങൾ ഉണ്ടാക്കുമാറാകട്ടെ. നമ്മുടെ ഓരോ കാൽവെപ്പും വിജയത്തിലേക്ക് നീങ്ങട്ടെ. നമ്മെ നന്ദി പ്രകടനത്തിലേക്കും തഖ്വയിലേക്കും മുന്നേറുന്നവരാക്കി മാറ്റട്ടെ. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നിങ്ങളുടെ യഥാർത്ഥ കൃതജ്ഞത പ്രകടനം തഖ്വയും പരിശുദ്ധിയുമാണ്.
മുസ്ലിമാണോ എന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാ എന്ന് പറയുന്നത് യഥാർത്ഥ കൃതജ്ഞതയല്ല. യഥാർത്ഥത്തിലുള്ള ഭക്തിയും പരിശുദ്ധിയുടെ ഈ മാർഗം നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിർത്തികളിൽ നിൽക്കുന്നവരാണ്. നിങ്ങളെ ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് സുവാർത്ത നൽകുന്നു. പറയുന്നു, തഖ്വയുടെ പ്രഭാവം മറ്റുള്ളവരിലും സ്വാധീനം ചെലുത്തുന്നു. അള്ളാഹു മുത്തഖീങ്ങളെ ഒരിക്കലും പാഴാക്കുകയില്ല. തഖ്വയെ ഒരിക്കലും മനുഷ്യൻ കൈവിടരുത്. തഖ്വയുടെ മാർഗത്തിൽ സുശക്തമായി നിലയുറപ്പിക്കുക. മുത്തഖിയുടെ സ്വാധീനം എന്നും തന്നെ ഉണ്ടാവുന്നതാണ്. അവരെ കുറിച്ചുള്ള ഭയം എതിരാളികളുടെ മനസ്സിലും ഉണ്ടാകുന്നതാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തഖ്വയിൽ ചരിച്ചുകൊണ്ട് അവന്റെ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.